നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതി സച്ചിയോട് ദേവുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിക്കുകയാണ്. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. സച്ചിയാണ് അറിയേണ്ട കാര്യം സച്ചിയാണ് അറിയുക തന്നെ ചെയ്യണം. അങ്ങനെ ഒടുവില് രേവതിയുടെ അടുത്തേക്ക് സച്ചി വന്നു കഴിയുമ്പോൾ രേവതി പറഞ്ഞു, സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അതെ, ആ കാര്യം കേട്ട് കഴിയുമ്പോൾ സച്ചിയേട്ടൻ വെറുതെ ദേഷ്യപ്പെടില്ല. ദേഷ്യപ്പെടാനോ? ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ കാര്യം എന്താ വെച്ചാ പറ. എനിക്ക് പറയാനുള്ള ദേവുവിനെ കുറിച്ചാ. ദേവുവിനെ കുറിച്ചോ? അതെ, അവളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച്. ആഹാ, അത് കൊള്ളാലോ. എന്താ അവൾക്ക് പുതിയ വല്ല ആലോചന വന്നിട്ടുണ്ടോ? ലക്ഷ്മി അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചു. അതൊന്നും അല്ല സച്ചേട്ടാ. പിന്നെയോ? അവൾക്കൊരാളെ ഇഷ്ടമാന്ന് പറഞ്ഞു. ഇഷ്ടമാണോ? നീ എന്തൊക്കെയാ പറയണേ? അതെ, അവൾക്കൊരാളെ ഇഷ്ടമാ. എന്നിട്ടോ? എന്നിട്ട് എന്താവാനാ? എന്നോട് അവൾ ഇതൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ അവളൊരാളുടെയോടൊപ്പം ബൈക്കിന് യാത്ര ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ അറിഞ്ഞേ. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. അതെ, എനിക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. ഈ പ്രേമം മണ്ണാങ്കട്ട അതൊന്നും ഒട്ടും ശരിയാകത്തില്ല. ഒരു ദിവസം എല്ലാവരും വഞ്ചിച്ചിട്ട് അവൾ അവൻ്റെ കൂടെ അങ്ങോട്ട് ഒളിച്ചോടി പോകുന്നു പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല സച്ചേട്ടാ. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു. എല്ലാവരുടെ സമ്മതത്തോട് കൂടിയിട്ടോ അവർ തമ്മിലുള്ള വിവാഹം നടക്കുവോളെന്നാ പറഞ്ഞേ. അല്ല, ഈ ചെക്കനെ ഏതാ? ചെറുക്കനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതൊക്കെ സമയം പറയാമെന്ന് പറഞ്ഞു. അതെ, ചെറുക്കനെ ഏതാ എന്താണെന്ന് നമുക്കറിയില്ല. കാലമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട് സച്ചി പറഞ്ഞു. അതെ, അതൊന്നും ഇന്നത്തെ കാലത്തൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്താണെങ്കിലും എനിക്കിനൊട്ടും താല്പര്യമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞു. അതെ, ദേവു ഒരാളെ ഇഷ്ടപ്പെടുന്ന ആദ്യമായിട്ടാ. അത് മാത്രമല്ല അവൾ അങ്ങനെയൊന്നും ഒന്നിനും ചെന്ന് ചാടുമെന്ന് എനിക്ക് തോന്നില്ല. എന്തായാലും നമുക്ക് അന്വേഷിച്ച് നോക്കാം സച്ചേട്ടാ. അന്വേഷിച്ചിട്ട് നല്ലതാണെ മാത്രം നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ. വെറുതെ എന്തിനാ എന്നൊക്കെ പറഞ്ഞു. സച്ചി പറഞ്ഞു നോക്കാന്നൊക്കെ പറഞ്ഞു. ആദ്യം അവള് ചെക്കൻ ആരാ എന്താ ഏതാന്നൊക്കെ പറയട്ടെ, അതിനുശേഷമല്ലേ ബാക്കി കാര്യം എന്ന് പറഞ്ഞു. സച്ചിക്ക് ഒട്ടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിനോട്. ഈ പ്രേമിച്ച് നടക്കുന്നതിനോടൊന്നും സച്ചിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതേ സമയത്ത് ഭാമ എന്ത് ചെയ്തു? ശ്രുതിയെ വിളിച്ചു. അപ്പൊ ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമല്ലോ, ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ ശ്രുതിയെ വിളിച്ചിട്ട് ഭാമ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അതെ, ചന്ദ്രമതി നീയും ശ്രുതിയുമായിട്ടുള്ള ഡിവോഴ്സ് നടത്തിയിട്ട് അവനെ കൊണ്ടൊരു കോടീശ്വര പുത്രയെ വിവാഹം കഴിപ്പിക്കാനായിട്ടാ തീരുമാനിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ആന്റി എന്തൊക്കെയാ പറയണേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവളെടുത്ത തീരുമാനം ഇത്. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ ജീവനോടെ ഉണ്ടാ നടക്കില്ല ആന്റി. അതെ, എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറയരുത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അറിയാലോ, എനിക്ക് ചന്ദ്രയോട് പറയുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവൾക്കിപ്പോൾ എന്നോട് കട്ടക്കലിപ്പ. ഞാനാണ് നിന്റെ ആലോചന കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യമാണ്. ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കേറ്റു പോലും ചെയ്തേക്കില്ലെന്നാ ഇന്ന് വന്നിട്ട് പറഞ്ഞിരിക്കുന്നേ. സുധിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. വക്കീലിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് എവിടുന്ന് പോയത്. മിക്കവാറും വക്കീലിനെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ശ്രുതിയുടെ ഉള്ള ഉറക്കം പോയി. ആ സമയത്ത് ചന്ദ്രമതി എന്ത് ചെയ്തു? വക്കീലിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സുധിയുടെ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വക്കീല് പറഞ്ഞു, അതെ, രണ്ടുപേരും പരസ്പരമുള്ള ഒരു ഡിവോഴ്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പെറ്റീഷനൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, അതെ, ചതിച്ച് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവള്. അതുകൊണ്ടാണ് സാറേ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാന്നൊക്കെ വക്കീൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചന്ദ്രമതിക്ക്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ചന്ദ്രമതി വൈകുന്നേരം വീട്ടിലേക്ക് വന്നത് പോലും. പിന്നീട് സുധി കിടക്കാൻ സമയത്ത് സുധിയുടെ അടുത്തേക്ക് എന്നിട്ട് ചന്ദ്രമതി കാര്യങ്ങൾ പറയുന്നുണ്ട്. മോനെ, എത്രയും പെട്ടെന്ന് തന്നെ അവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് നീ വേറൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് അത് കേട്ടിഞ്ഞപ്പോൾ ഭയങ്കര ഞെട്ടല. കാരണം അവന് ശ്രുതി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അമ്മേ, അത് പിന്നെ അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അനുസരിക്കില്ലേ? എനിക്കറിയാം ഞാൻ പറയുന്നതിനപ്പുറം നിനക്ക് വേറെ വാക്കുകളില്ലാന്ന്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നീ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു. ശ്രുതി എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര വിഷമായി. അമ്മ എന്താ ഇങ്ങനെ പോയിട്ടുണ്ട്, എന്താവുമെന്ന് അറിയത്തില്ല. അവളെ മറന്നിട്ട് വേറൊരാളെ ഇനി കല്യാണം കഴിക്കുക, ജീവിക്കുക, എത്രയാന്ന് പറഞ്ഞാൽ അത് തന്നെ കൊണ്ട് സാധിക്കില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ ഉറക്കവും പോയി. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ശ്രുതിക്ക്. എന്ത് ചെയ്യണമെന്ന് ശ്രുതി ആലോചിച്ചു. നാളെ എന്താണെങ്കിലും ശ്രുതിയെ പോയി കാണണം. അവനോട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. താനല്ലാതെ അവൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു.
പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേനും മേരിയോട് ശ്രുതി പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും അവനെ കാണാൻ പോവാ ശ്രുതിയെ. നീ ഒന്ന് പോയി കണ്ടിട്ട്. അതെ, നിന്റെ അമ്മായിമ്മ നിന്നെ അവിടുന്ന് അടിച്ചിറക്കിയതല്ലേ, ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. അവരുണ്ടേലും ഇല്ലേലും ശരി, എനിക്ക് ശ്രുതിയെ കണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. എടി, ഇപ്പോഴെന്തേലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ ശ്രുതി വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം ഗോവിന്ദ. അല്ലെങ്കിലും നീ കള്ളത്തരം കാണിച്ച് അങ്ങോട്ട് കയറിയെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ടെൻഷനായി. അങ്ങനെ ശ്രുതി നേരെ ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ശ്രുതി കുറച്ച് തിരക്കിലായിരുന്നു. അങ്ങനെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ട് മാറിപ്പോയി. എന്നിട്ട് ചോദിച്ചു, അല്ല ശ്രുതി വേറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചു. വേറെ വിവാഹമോ? എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന ശ്രുതിയുടെ മോഹമെങ്കിൽ അതങ്ങോട്ട് മുളയിലെ നുള്ളിയേറെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. അല്ല, നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. ശ്രുതിയെയും ഞാൻ ഇല്ലാതാക്കും, ഞാനും തീരുമെന്ന് പറഞ്ഞു. ശ്രുതി, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. എന്തുദ്ദേശിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, എന്നെ ആ വീട്ടിലേക്ക് കയറ്റെടുത്ത് ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിന്നെ ഡിവോഴ്സ് നിർത്തിയിട്ട് നിന്നെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നീയും കൂടെ അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയണം. ശ്രുതി പറഞ്ഞു, ശ്രുതി, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അമ്മ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അമ്മ തീരുമാനം എടുത്താൽ പിന്നെ അമ്മയുടെ തീരുമാനത്തെ എതിർക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണ് ശരി, അതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഉപേക്ഷിച്ചിട്ട് നീ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനുണ്ടായിരിക്കില്ല. ഞാൻ മാത്രമല്ല, നീയും എത്രയും പെട്ടെന്ന് തന്നെ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോണം. അത് നിന്റെ അമ്മയോട് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ കള്ളത്തരത്തിനൊക്കെ പലതിനും ഞാൻ കൂട്ടു തന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ തെറ്റുപറ്റിപ്പോയി. അത് നിന്നോട് അത്ര സ്നേഹമായിട്ടാണ് ഞാൻ ചെയ്തേ. പക്ഷെ ഇനി ഇതിന്റെ പേരിൽ എന്നെ ക്രൂശിക്കാനാ ഭാവമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ശ്രുതി പോയി. ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാടെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവും ഏതാവുന്നൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചന്ദ്രമതി കടയിലേക്ക് വന്നു. ചന്ദ്രമതി പഴയതുപോലെ ഒന്നുമല്ല, ഇപ്പൊ ഇന്നും കടയിലേക്ക് വരിക. ചന്ദ്രമതിക്ക് സംശയമുണ്ട്, ശ്രുതി ഇനിയിപ്പോൾ തനിച്ചുള്ളതുകൊണ്ട് ശ്രുതി കടയിലേക്ക് വരുമോ എന്നൊക്കെ. അങ്ങനെ വന്നോണ്ടേ ചന്ദ്രമതി ശ്രുതിയോട് ചോദിച്ചു, അല്ല അവളിങ്ങോട്ടേക്ക് വന്നൊന്നും ഇല്ല അല്ലേന്ന് ചോദിച്ചു. ശ്രുതി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവള് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിലേക്ക് അവളെ കയറ്റുക പോലും ചെയ്തേക്കില്ല, ഇറക്കി വിട്ടോണം എന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ അമ്മ ഇതെന്ത് ഭാവിച്ചാന്നറിയില്ലല്ലോ. ഈ സമയത്ത് രവീന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് സച്ചിൻ രേവതി ശ്രുതിയും കൂടെ ഒന്നിക്കുന്നതിനെ കുറിച്ച് പറയണം. അച്ഛാ, എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണം. അമ്മ ഏതോ വക്കീലിനെയൊക്കെ പോയി കണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുമെന്ന് അറിയില്ല. സച്ചി പറഞ്ഞു, ഇപ്പം ശ്രുതിയുടെ സ്വഭാവം അച്ഛൻ അറിയാലോ. ശ്രുതി ആകെപ്പാടെ തകർന്നിരിക്കുക. ശ്രുതി എന്താണ് വേറൊരു വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അമ്മയാണെങ്കിലോ കോടീശ്വര പുത്രിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്നും പറഞ്ഞ് നടക്കുക. രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും നടക്കില്ലടാ മോനെ. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതല്ല അച്ഛാ, അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മയ്ക്ക് പണത്തോടുള്ള ആർത്തി കാരണം അമ്മ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ചന്ദ്ര അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചന്ദ്രയെ ഞാനോ ഞങ്ങളിൽ ഒരാളെ ഇവിടെ കാണത്തുള്ളൂ എന്ന് രവീന്ദ്രൻ ഒരു തീരുമാനം തന്നെ അങ്ങോട്ട് പറയണം. ഇത്രയും കാലം രവീന്ദ്രൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് പറയണത്. ഇനി ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് രവീന്ദ്രൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.